നമസ്കാരം. ബാങ്ക്സ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യുന്നത്? അതിൽ നിന്ന് നമുക്ക് നമ്മുടെ USDT അഡ്രസ്സ് റിസീവിങ് അഡ്രസ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മൾ ഗൂഗിൾ ക്രോമിലാണ്. ഗൂഗിൾ ക്രോമിൽ പോയതിന് ശേഷം ബാങ്ക്സ് എന്ന് അടിച്ചു കൊടുക്കും. BANKCEX. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. നമ്മൾ അതിനുശേഷം വരട്ടെ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് താഴെ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ ഉള്ളത് കൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് അത് ആൻഡ്രോയിഡും ഉണ്ട്, ആപ്പ് സ്റ്റോറും ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ കാണിക്കും. അവിടെ മേളിൽ ലോഗിൻ എന്നും രജിസ്ട്രേഷൻ എന്നും കാണിക്കും. നമ്മൾ പ്രസ് ചെയ്യേണ്ട രജിസ്ട്രേഷനിലാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ആദ്യത്തെ അവിടെ മെയിൽ ID അടിക്കണം. സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ മെയിൽ ID അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതിപ്പം നമുക്ക് ഒരു കുറച്ച് എന്തെങ്കിലും കുറച്ചിപ്പം ഞാൻ എൻ്റെ ഒരു ഇത് തന്നെ പറയാം. എൻ്റെ സന്തോഷ് പത്മശ്രീ എന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ പേര് തന്നെ SANTHOSH. നമുക്കിവിടെ ദാണ്ട് ഇവിടെ ഈ ഐ ഓപ്പൺ ചെയ്താൽ നമുക്കത് കാണാം, സന്തോഷ്. എന്നിട്ട് ഇത് നമ്മൾ വെറുതെ ഒരു 1 2 3 4 എന്ന ഒരു ഹാഷ് എന്നൊക്കെ ഒരു സിമ്പിൾ നമുക്ക് കൊടുക്കാം. എന്തിനാണ് അപ്പം കണ്ടോ ഈ ലൈനെല്ലാം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മാൾ ലെറ്റർ വേണം, നമ്പർ വേണം, സിമ്പിൾ വേണം. അതാണ് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ, സ്മാൾ ലെറ്റർ വന്നിട്ടുണ്ട്, പിന്നെ 1 2 3 4 ഹാഷോ അറ്റോ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ കൊടുക്കാം. ഇത് ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ താഴെ വീണ്ടും സെയിം പാസ്വേഡാണ് കൊടുക്കേണ്ടുന്നത്. അവിടെ ആ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഈ റെഫർ IDയുടെ അവിടെ ഒന്നും ചെയ്യണ്ട. അതിനുശേഷം താണ്ട് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി അവിടെ ആണ്ടാണ്ടോ അവിടെ ടിക്ക് ഇടുക. അതിനുശേഷം ഈ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇനി ഇത് ക്ലിക്ക് ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ രജിസ്റ്റർ ആയതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യാത്തത്. രണ്ടാമത് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫോണിൻ്റെ IP അഡ്രസ്സിൽ 2 പ്രാവശ്യം ചെയ്താൽ പ്രശ്നമാകും. അതുകൊണ്ട് അതിലേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അങ്ങനെ അവിടെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൽ IDയിലേക്ക് പോകും. ഏതാണോ നമ്മുടെ മെയിൽ ID കൊടുത്ത് ആ മെയിൽ ID പോയി ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിനകത്ത് ഒരു ലിങ്ക് പോലെ കിടക്കും. കുറേ നമ്പേഴ്സ് സിമ്പിൾ പോലെയൊക്കെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് കാണിക്കുക. അതാണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ലോഗിൻ ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോഗിൻ ചെയ്യാൻ വരുന്നിടത്ത് മെയിൽ IDയും നമ്മൾ എന്താണോ അവിടെ കൊടുത്ത പാസ്വേഡും അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ആ പാസ്വേഡ് ലോഗിൻ ചെയ്യുക. അപ്പം എന്നിട്ട്